to my channel LK Lustra Math Class. In the trigonometry chapter റൈറ്റ് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡി ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വൺ ആണ് കേട്ടോ. Say kite festival is celebrated in many countries at different times of the year. In India, every year 14th January is celebrated as International Kite Day. On this day, many people visit India and participate in the festival by flying various kinds of kites. The picture below, three kinds of kites flying together. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ. നമുക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇൻ ദ ഫിഗർ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടു കൈറ്റ്സ് പോയിന്റ് എ ആൻഡ് ബി വിച്ച് മീൻസ് ദിസ് വൺ. ഓക്കെ, ആൻഡ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് എ മാൻ പോയിന്റ് സി, ഇവിടെ കേട്ടോ പോയിന്റ് സി, മാൻ്റെ ഹാൻഡിൽ അത് കൈറ്റുകളുള്ളത് ആർ ഫൗണ്ട് ടു ബി. സോ ഇങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എത്ര ആംഗിളിലാണ് കാണുന്നത്? 30 ഡിഗ്രിയിൽ. ഇപ്പുറത്തേക്ക് പോയിരിക്കുന്നത് 60 ഡിഗ്രിയിലാണ്. ആൻഡ് ടേക്ക് എ ഡി എസ് 50. ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഡി 50 മീറ്റർ, ബി 60 മീറ്ററാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സ്ട്രിങ്സ് used, take them straight for kites A and B as shown in the figure. Then second question, the distance d between these two kites ഏതാണ് ഇത്? സോ നമുക്ക് എന്തൊക്കെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ള ഈ കൈറ്റ് പറത്തി കൊണ്ടിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും പിന്നെ എന്താണ് ഇത് തമ്മിലുള്ള ഈ രണ്ട് കൈറ്റ്സും തമ്മിലുള്ള ഈ ഡിഫറൻസാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ ഈ പിക്ചർ ഇവിടെ ഇങ്ങനെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ പിക്ചർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഡിസ്റ്റൻസ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 60 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്, റൈറ്റ്. അപ്പോൾ ഇവിടെ 30യും ഇവിടെ 60യും ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരിക? 90 ഡിഗ്രി അല്ലേ വരിക? ഓക്കെ, സോ ഇത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു പിക്ചർ വെച്ചുകൊണ്ട് ചെയ്യാം. ഫസ്റ്റ് പിക്ചറിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്? 50 മീറ്റർ തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് തന്നിട്ടുള്ള 60 മീറ്ററാണ്. സോ നമ്മുടെ കയ്യിലൊരു ആംഗിളും ഉണ്ട്, ഇപ്പുറത്തൊരു ഇതുമുണ്ട്. സോ ഈ 30 ഡിഗ്രി എലിവേഷൻ പറഞ്ഞിട്ടുണ്ട് 30 ഡിഗ്രി. സോ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്കിവിടെ ഉണ്ടല്ലേ. അപ്പോൾ ആ കണക്ഷൻ വരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ ഏതാണ് ഫസ്റ്റ് ഓഫ് ഓൾ തിങ്ക് ചെയ്യുക. ഏതായിരിക്കും ആ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ? സൈൻ അല്ലേ വരിക? സൈൻ തീറ്റ ഈക്വൽ ടു വാട്ട്? പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് ഓർ വാട്ട്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ നമുക്ക് അത് തന്നെ അതിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഇതാ സൈൻ ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 30 ആണ്. സോ 30 ഈക്വൽ ടു നമുക്കറിയാം പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നറിയാം അല്ലേ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഇതിന് എന്താ പറയുക? ഓപ്പോസിറ്റ് എന്ന് പറയും. സോ പെർപെൻഡിക്കുലർ തന്നിട്ടുള്ള 50 ആണ് ബൈ എച്ച്. ഇനി ഈ സൈൻ 30ൻ്റെ വാല്യൂ എന്താണ്? 1/2 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ അത് തന്നെയാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. സൈൻ 30യുടെ വാല്യൂ ഇവിടെ എടുത്ത്, റൈറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇതൊന്ന് ക്രോസ് ചെയ്യുക അല്ലേ. സോ 1 × h എന്ത് തന്നെ കിട്ടും? എച്ച് കിട്ടും. 50 × 2 ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്താൽ എത്ര കിട്ടുക? 100. സോ നമുക്ക് എവിടുത്തെ വാല്യൂ കിട്ടിയത്? കണ്ടോ, ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസിൻ്റെ നമുക്കിവിടെ കിട്ടി, റൈറ്റ്. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡ് നോക്കാം അല്ലേ. റൈറ്റ് സൈഡിൽ എന്താണ്? 60യും ഇവിടെ 60 മീറ്ററുമാണ്. സോ അത് വെച്ചിട്ട് ഇതിനും റിലേറ്റഡ് ആയിട്ട് എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ഇസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. സോ തിങ്ക് അബൌട്ട് അവർ വാട്ട് ദിസ് റേഷ്യോസ് അല്ലേ, ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. സോ ഇവിടെ എന്തായിരിക്കും വരിക? നോക്കിയാൽ സൈൻ 60 ആയിരിക്കും വരിക, 60 ഡിഗ്രി. ആ സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു വാട്ട്? പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. പെർപെൻഡിക്കുലർ നമുക്കിവിടെ തന്നിട്ടുണ്ട് 60 ഡിഗ്രിന്ന്. സോ നമുക്ക് അവിടെ എന്താ എഴുതാം? 60/h. നമ്മുടെ കയ്യിൽ h ഇല്ല അല്ലേ. സോ ഇനി എന്താ നമുക്ക് ആലോചിക്കേണ്ടത്? സൈൻ 60യുടെ വാല്യൂ എന്താണ്? സൈൻ 60യുടെ വാല്യൂ √3/2 ആണ്. ഇവിടെയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുക? സി എച്ച് √3 ഈക്വൽ ടു 120 കിട്ടി. ഇത് h √3 മീൻസ് വാട്ട്? h × √3 ആണ്. സോ അവിടെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ h മാത്രം എടുക്കുമ്പോൾ √3നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? 120/√3 എന്നായിരിക്കും കിട്ടുക. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ടല്ലേ, ഈ ഡിനോമിനേറ്റർ ഒരിക്കലും റൂട്ടിൽ വരാൻ പാടില്ല. സോ റാഷണലൈസ് ഇറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? √3 കൊണ്ട് തന്നെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ ഏതാണോ റൂട്ടിൽ വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ എന്തായിരിക്കും കിട്ടുക? നോക്കിക്കേ, 120 √3 √3 × √3 എത്ര തന്നെ വരും? 3 വരും. ഇനി 3 ഇതിൽ പോയി എത്ര ടൈംസ് പോയി? 40 ടൈംസ്. സോ h നമുക്കിവിടെ കിട്ടി. എന്താണ് നമ്മുടെ ആൻസർ? 40√3, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസറും കിട്ടി 40√3. ഇനി നമ്മൾക്ക് ഒരാളും കൂടെ ബാക്കിയുണ്ടല്ലേ. ആരാണ് അത്? ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ലേ, ഡി ആണ് നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഡി കണ്ടെത്താനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കവിടെ ഡി കണ്ടെത്താം. ഈ ഡി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നു. ഇവിടെ 30 ആണ്, ഇവിടെ 60 ആണ്. ഈ 3 ആംഗിളും കൂടെ കൂട്ടി എത്രയാണ് കിട്ടുക? 180 ആയിരിക്കും. സോ ഇതിൽ നിന്ന് അല്ലേ 180 30 + 60 എത്രയാണ്? 90 ആണ്. 180 90 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 90 കിട്ടി. സോ ഈ പിക്ചർ മാത്രം ഞാൻ ഇപ്പുറത്തോട്ട് എടുത്തൊന്ന് വരയ്ക്കാൻ പോകട്ടെ. ഇതിങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. ഇതിങ്ങനെ ഒന്ന് ചരിഞ്ഞു, പക്ഷേ ഇവിടെ 90 ഡിഗ്രിയാണ്. ഞാൻ അതൊന്ന് നേരെ ഇവിടെ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടില്ലേ? സോ ഇവിടെ 90 ഡിഗ്രി നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഈ പോർഷനിൽ കണ്ടുപിടിച്ചത് 100 ആയിരുന്നു. ദെൻ ഈ പോർഷനിൽ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? 40√3 ആയിരുന്നു. റൈറ്റ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി. ഓക്കെ, സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് അല്ലേ? എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണല്ലോ ഹൈപ്പോട്ടന്യൂസ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതുണ്ട് അല്ലേ? പെർപെൻഡിക്കുലർ ഉണ്ട്, ബേസ് ഉണ്ട്, ഓർ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ബേസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടത്? പൈതഗോറസ് തിയറം അല്ലേ യൂസ് ചെയ്യേണ്ടത്? സോ h² = p² പ്ലസ് b² എന്നാണ്. പി എന്ന് പറയുന്ന ആളാരാണ്? ഇവിടെ 100 ആണ് അല്ലേ? സോ h² = 100 പ്ലസ് വാട്ട്? ബി എന്ന് പറയുന്നത് എന്താണ്? 40√3 ആണ്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ, ഇവിടെയും സ്ക്വയർ ഉണ്ട്. സോ h² = എന്തായിരിക്കും വരിക? 100ൻ്റെ സ്ക്വയർ അല്ലേ? 10,000. ദെൻ ഇതോ 40 × 40 എന്ത് വരും? ഇത്രയും വരും. ദെൻ √3 × √3 × 3 കിട്ടും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ഇനി ഇത് വെച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണല്ലേ, 10,000 പ്ലസ് ഇവിടെ എത്രയാണ് കിട്ടുക? 4800 കിട്ടുന്നത്. 6 3s are 18, ബാലൻസ് 1 1 × 3, 3 + 1 4. റൈറ്റ്. അപ്പോൾ നമുക്കിനി ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന അറിയാം. നമുക്ക് ഈ 10,000 നോക്കിയാൽ എന്താ വരിക? 100 × 100 ആണ്. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? 100 × 480 അല്ലേ? 480 ആണ്. 48. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? അപ്പോൾ നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് വന്നു. ഇവിടെ 100 ഉണ്ട്, ഇവിടെയും 100 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 2 100ഉം നമുക്ക് കോമൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. 100നെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി പിന്നെ എന്താ വരിക? 100 ഉണ്ടോ? അതെ, 100 യെസ്. അപ്പോൾ എന്താണ്? 100 × 100 ഇത് തന്നെ വരും, 10,000 പ്ലസ് ഈ 4,800 വരുമ്പോൾ 100 × ഏതാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 48 അല്ലേ? കണ്ടോ? അപ്പോൾ കിട്ടിയില്ലേ? ഇനി ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 100 × 148 ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ക്വയറിനെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ h² എന്നാണ്. സോ എച്ചിനെ ഒന്ന് മാറ്റി സ്ക്വയറിനെ ഒന്ന് മാറ്റുമ്പോൾ സ്ക്വയർ ഇപ്പോഴേക്ക് വരും. സോ 100 × 148 ആണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇതിൽ നമുക്ക് എന്താ ഉള്ളത്? ഈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 10 ആണ് 100. സോ അവിടെ 10 നമുക്ക് എടുത്തൂടെ? ഇനി ബാക്കി എന്താ ഉള്ളത്? 148. 148 പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുമോ? ഇല്ല. സോ 148 അവിടെ വെച്ചോളുക. ഇതാണ് നമ്മുടെ ആൻസർ, ഇവിടുത്തെ ആൻസർ. ഇനി ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ച് നിങ്ങൾക്കിത് വേറെ രീതിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 121.65 മീറ്റർ ആയിരിക്കും കേട്ടോ. ഡിസ്റ്റൻസ് എന്ന് പറയുക അതായിരിക്കും. ഓക്കെ, അപ്പം പല രീതിയിലും നിങ്ങൾക്ക് ഇതിനെ ചെയ്തെടുക്കാം. അപ്പോൾ വാല്യൂസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഇതായിരിക്കും. മനസ്സിലായല്ലോ?